ഹലോ ഹായ്. അപ്പം ഞാൻ ഇറച്ചി വിന്തായിൽ വെക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം അതിനായിട്ട് 1 കിലോ ബീഫ്, പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, കാശ്മീരിയാണ്. ഇതിന് എരിവ് കുറവാണ്. ഞാൻ 2 മുളകും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെക്കണം, പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ എരിവുള്ളതില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ എരിവിന് വേണ്ടി വേറൊരു സാധനം ചേർക്കും. പിന്നെ വേണ്ടത് കുറച്ച് കടുക്, കുരുമുളക്, നല്ല ജീരകം, പെരിഞ്ജീരകം, ഏലക്ക, പട്ട, പിന്നെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി അധികം എടുത്തിട്ടുണ്ട്, പച്ചമുളക് 3-4 എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, വിനാഗിരി. അപ്പോൾ അത് ഞാൻ കുക്കർ വെച്ച് ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫസ്റ്റ് ഇടണത് ഞാൻ ഈ പൊടിയാണ്, ഈ കടുകും കുരുമുളകിൻ്റെയൊക്കെ അതിട്ട് കൊടുക്കാം കേട്ടോ. അതിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിക്കൊടുക്കാം. മുളകാണ് ഉണ്ട്, ഇത് വിനാഗിരിയിൽ കുഴച്ച് വെച്ചതാണ് കേട്ടോ. നമുക്കതേ മുളക് എല്ലാ മുളകും ഇട്ട് കൊടുത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ വേറൊരു സാധനം ഇടുമെന്ന് പറഞ്ഞായിരുന്നു. ഇത് കണ്ട, ഇത് ഞാൻ കാന്താരി ഉണക്കി പൊടിച്ചതാണ്. ഇത് നമ്മൾ ഇച്ചിരി ബീഫൊക്കെ ചിക്കനൊക്കെ പൊരിക്കാനൊക്കെ എടുക്കുമ്പോൾ ഇത് ഇച്ചിരി ഇടണത് നല്ലതാണ് കേട്ടോ, ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിത് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചതാണ്. അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള കട്ട് ചെയ്തതും പച്ചമുളകും, ഇതിപ്പോൾ ഇതും വാടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വാട്ടിക്കളയണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി അധികം വേണ്ട, നമ്മൾ സാധാ ഇറച്ചിക്കറി വെക്കണ പോലെ മഞ്ഞൾപ്പൊടി ഇടണ്ട, കുറച്ചൊരു നുള്ളു ഇട്ടാൽ മതി. പിന്നെ ഇറച്ചി കൊട്ടിയിട്ട് കാണിക്കാം. ഇറച്ചി ഇട്ട് കൊടുക്കുക. ഇതിൽ ഒരു തരി വെള്ളം ചേർക്കരുത് കേട്ടോ. ഈ കറി എത്ര ദിവസം പുറത്തിരുന്നാലും ചീത്താവില്ല. ഇനി പിള്ളേരൊക്കെ പഠിക്കണ പിള്ളേരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുത്തു വിടാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഈ കറി ഇരിക്കുന്നത് ഓരോ ടേസ്റ്റാണ്. പലരും പല രീതിയിലാണ് വിന്താഗിരി കറി വെക്കണത്. പക്ഷേ ഇനി ഇതിനകത്ത് മുരിങ്ങ മരത്തിൻ്റെ ഒരു തോല് ചേർക്കുക. അത് ചേർത്തില്ലെന്ന് വിചാരിച്ചൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല, ടേസ്റ്റൊക്കെ ഉണ്ടാകും. അതുള്ളവർക്ക് ഇടാം, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇതിപ്പോൾ ഞാൻ ഇറച്ചി മിക്സ് ചെയ്ത് എല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്ക് വെക്കണം. ഇപ്പോൾ 2 വിസിൽ വരുന്നേരം നമുക്ക് തീ കൂട്ടി വെച്ച് കൊടുക്കാം. 2 വിസിൽ വന്നു കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് സ്ലിമ്മിലിട്ട് വെച്ചിട്ട് എടുക്കാം. ഇതിലിപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ അതേ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീ കുറച്ച് വെക്കട്ടെ. പിന്നെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ അതേ 10 മിനിറ്റായി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോണാണ്. പിന്നെ ഒരു കുറച്ച് സമയം കൂടെ ഇങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് തുറക്കാം. അപ്പോൾ അതേ ഞാൻ ചോറെടുത്ത്, കറിയുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇല്ലേ വായിൽ നിന്ന് വെള്ളം വരും. നല്ല കളറാണ് കേട്ടോ. എനിക്ക് കൂടുതൽ എല്ലോടുകൂടിയുള്ള ഇറച്ചിയാണ് ഇഷ്ടം. ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. നല്ല ചൂടുണ്ട്. അങ്ങനെ ഈ ഗ്രേവി കൂട്ടി തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് വെക്കട്ടോ. വിന്താഗിരിക്കറി പല ടൈപ്പിലും വെക്കണതാണ് ആൾക്കാർ, പക്ഷേ ഞാൻ വെക്കണത് ഇങ്ങനെയാണ്. പക്ഷേ ഇത് ഞങ്ങൾ ഭയങ്കര ടേസ്റ്റാണ്. ഇത് വെച്ചിട്ട് തലേന്നൊക്കെ കൂട്ടണം, സൂപ്പർ ടേസ്റ്റാണ്.